ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആലോചിച്ച് അവരുടെ ആവശ്യം അനുസരിച്ചുള്ള ബാക്കിയുള്ള നിയമ നടപടികൾ കൂടി സ്വീകരിക്കും. എന്തായാലും 10 പേരെ വെറുതെ വിട്ട കേസിൽ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അപ്പീൽ കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ആലോചന കൂടിയുണ്ട്. ഇത് CPM-ന്റെ രീതിയാണ്. ഈ മറ്റുള്ളവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അവസരം കൊടുക്കില്ല. ഈ ചെറുപ്പക്കാർ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇവരെ കൊന്നത്. ആ ചെറുപ്പക്കാർ അവരുടെ ഗ്രാമത്തിൽ രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും ജീവകാരുണ്യ പ്രവർത്തനവും ഉൾപ്പെടെ നടത്തി ജനങ്ങളുടെ ഇടയിൽ ഈ ചെറുപ്പക്കാർക്ക് സ്വാധീനം വർദ്ധിച്ചു വരുന്നത് കണ്ട് അത്തരം ആളുകൾ CPM-ലല്ലാതെ വളരണ്ട എന്ന് പാർട്ടി തീരുമാനമെടുത്ത് കൊന്നതാണ്. ഇത് സ്റ്റാലിൻ്റെ റഷ്യയിൽ നടന്നിരുന്ന പോലത്തെ കാര്യങ്ങളാണ്. ക്രൂരമായ കൊലപാതകമാണ്. ഒരു കാരണവുമില്ലാതെ നടത്തിയ കൊലപാതകമാണ്. നാട്ടിലെ ജനപ്രിയരായ ചെറുപ്പക്കാരെ 2 പേരെ ക്രൂരമായി കൊല ചെയ്ത പാർട്ടിയാണ് അതിൻ്റെ പുറകിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ CPM എന്ന് പറയുന്നത് അന്തർദേശീയ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയേക്കാൾ മോശമായി കൊലപാതകങ്ങൾ ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അവരുടെ തനിനിറമാണ് പുറത്തു വന്നിരിക്കുന്നത്. അവർക്ക് എങ്ങനെ ഈ സംസ്ഥാനം ഭരിക്കാനുള്ള അവകാശം ഉണ്ടാകുന്നത്?